ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കിൽ ഒരു ഗാർണർ റെഡ് വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനായിരുന്നു, ഈ ഒരു വണ്ടി റെഡ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾക്കിത് ചെയ്യാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഔട്ടായ ഒരു വണ്ടിയായിരുന്നു. കാരണം ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് ലെയർ പുട്ടി കയറുന്ന വണ്ടിയായിരുന്നു. പുട്ടി കയറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിട്ടിരുന്ന പുട്ടി ക്രാക്ക് വരുന്ന കംപ്ലൈൻ്റൊക്കെ ബോഡിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ക്വാർട്ടർ പാനലായാലും ഡോറായാലും ഷേപ്പ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വന്ന ഒരു വണ്ടിയായിരുന്നു. അതിനെ നമ്മൾ അടിക്കാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് ഗാർണറ്റ് റെഡ് എന്ന് പറയുന്ന ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ കളറാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷേപ്പ്, ഡാർക്ക് കളർ നമ്മൾ ഏത് കളർ നമ്മൾ അടിക്കുമ്പോഴും വണ്ടി പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളും എടുത്തില്ലെങ്കിൽ ശരിക്കും ആ ഒരു മെനേഡും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുക. അപ്പോൾ അത് നമ്മളത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെൻഡ് ചെയ്തതിന് ശേഷം ബോഡി ഫുള്ളിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മളിത് 2K പ്രൈമർ അപ്ലൈ ചെയ്ത് വണ്ടി ഇതേ ബൂത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർണറ്റ് റെഡ് എന്ന് പറയുന്ന കളർ അടിക്കുക, അതേപോലെ ക്ലിയർ കോട്ട് അടിച്ച് ഫൈനൽ ചെയ്യുക എന്നുള്ള രീതിയിൽ വണ്ടി നിൽക്കുന്നു. You to believe, hold me, lead me, catch me. Want you to dream, I want you to dream. I want you to dream. നമ്മളത് ഗാർണറ്റ് റെഡ് കളറും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി ഫൈനലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വണ്ടിയുടെ കട്ടിങ് പോളിഷ്. അപ്പോൾ കട്ടിങ് പോളിഷ് പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മൾ നോക്കിയാലും ചെറിയ രീതിയിൽ നമ്മൾ വന്ന് വീഴണ ക്ലിയർ കോട്ട് ചെറുതായിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇതാവും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2000 ml യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അതിന് ശേഷം ബഫിംഗ് പാഡ് യൂസ് ചെയ്ത് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകും, കാരണം ഗാരേജാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് ബാക്കിൽ.
അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ സെറ്റിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു സൈഡ് വശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മാറ്റ് ഫിനിഷിങ്ങിലൊക്കെ കിടക്കുന്നത്. അതായത് 2000 ml യൂസ് ചെയ്ത് നമ്മൾ ഇതൊക്കെ കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊരു വണ്ടിയും നമ്മൾ നല്ല പാർട്സുകൾ വാങ്ങിക്കൊടുത്തു നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യുന്ന വണ്ടി കാര്യമില്ല, അതിൻ്റെ സെറ്റിങ് എപ്പോഴും പ്രോപ്പറായിരിക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഗാർനറ്റ് റെഡ് വണ്ടി ഒരെണ്ണം ഇവിടെ സെറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബോണറ്റ് നടച്ചു നോക്കാം. നമ്മളെ ഈ ഒരു ഗ്യാപ്പ് ആയാലും അതേപോലെ തന്നെ അത് ആ ഒരു ഗ്യാപ്പ് ആയാലും ഹെഡ്ലൈറ്റും പറഞ്ഞ ഗ്യാപ്പായാലും ബമ്പറും പറഞ്ഞ ഗ്യാപ്പായാലും അത് നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി കാണാനുള്ള ആ ഒരു വൃത്തി ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങൾ ഫ്രണ്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിൽ സെറ്റിങ് ചെയ്യണം. ഇന്നറിൽ എപ്പോക്സി കോട്ടിങ് അടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ബഫ് ചെയ്ത് റബ്ബിങ് ചെയ്തെടുക്കണം. അതിനുശേഷം വാഷിങ് ചെയ്തതിന് ശേഷം വാറ്റ് സപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇത്രയും വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളതേ ഗാർനറ്റ് റെഡ് വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ കണ്ടെങ്കിൽ റെഡ് കളർ വണ്ടിയായിരുന്നു. അപ്പോൾ അതേ ഫുൾ പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളിതിൽ ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീക്രോമിങ് ചെയ്തേക്കാണ്. അതൊരു പെയിൻ്റാണത്. പെയിൻറ്റ് ചെയ്ത് അതൊരു ഡീക്രോമിങ് ചെയ്തു. നമുക്ക് ഈ ഒരു ലുക്ക് നമ്മൾക്കത് കിട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ. പിന്നെ ഗാർനറ്റ് റെഡിൻ്റെ ആ ഒരു കളറിൻ്റെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം തന്നെയാണ്. പിന്നെ നമ്മൾ ആ മിറർ നമ്മൾ ക്രോം ടൈപ്പ് ആയിരുന്നു, അത് നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു. ഹാൻഡിൽ ക്രോം ടൈപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സൈഡിലുള്ള ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ. ബാക്കിലേക്ക് പോകണമെങ്കിൽ ബാക്കിൽ LED ടൈലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഡിക്കിയുടെ ഒരു ക്രോമ് നമ്മൾ ഇതേപോലെ തന്നെ ഡീക്രോമിങ് ആക്കിയിട്ടുണ്ട്. വണ്ടി വാറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ബാക്കിയാണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്യുന്ന ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. ബാക്കിൽ വരുന്ന ബമ്പർ റിഫ്ലക്ടർ LED കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയുടെ ചെറിയ ഷോട്ട് ഒന്ന് കാണാം.